प्यारे बच्चों साइलम ऑनलाइन उर्दू क्लास में सभी को मेरा बरखुलूस आदाब। എല്ലാ മക്കളെയും ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ മക്കളും 4ാം ക്ലാസ്സിൽ നിന്നും 5ാം ക്ലാസ്സിലേക്ക് വിജയിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. റെഡി അല്ലേ? ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഷ നിങ്ങൾ തിരഞ്ഞെടുത്തു. യെസ്, ഉറുദു അല്ലേ? മനോഹരമായിട്ട് നിങ്ങൾ സന്തോഷത്തോടെ ഉറുദു ഭാഷ തിരഞ്ഞെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല മക്കളെ? യെസ്, ഈ അധ്യയന വർഷം നമുക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് മക്കളെ പ്രത്യേകത? നമ്മുടെ പാഠപുസ്തകങ്ങളൊക്കെ മാറി അല്ലേ? കഴിഞ്ഞ വർഷം 5ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിച്ച പുസ്തകമല്ല, പുതിയ പുസ്തകമാണ്. അതേപോലെ നമ്മുടെ ഉറുദു പുസ്തകവും പുതിയ പുസ്തകമാണ് എൻ്റെ മക്കൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ പുതിയ ക്ലാസ്സിൽ പുതിയ പുസ്തകവുമായിട്ടാണ് എൻ്റെ മക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡി അല്ലേ മക്കളെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഉറുദു ടെക്സ്റ്റ് കിട്ടിയോ? യെസ്, നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ ഉറുദുവിന്റെ പുതിയൊരു ടെക്സ്റ്റ് പുസ്തകം മാഷ് ഇവിടെ കാണിക്കാം അല്ലേ? മനോഹരമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് പുസ്തകം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. റെഡി അല്ലേ? യെസ്, നിങ്ങളുടെ 5ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് പുസ്തകമാണ് മാഷ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാ മക്കൾക്കും ടെക്സ്റ്റ് പുസ്തകമൊക്കെ കിട്ടിയെന്ന് മാഷ് വിശ്വസിക്കുന്നുണ്ട്. റെഡി അല്ലേ? ഇതൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കി എൻ്റെ മക്കൾ. നല്ല അടിപൊളിയായിട്ട് അല്ലേ? അടിപൊളിയായിട്ട് നല്ല ചിത്രങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ഈ 5ാം ക്ലാസ്സിന്റെ പുസ്തകം എൻ്റെ മക്കളൊക്കെ മറിച്ചു നോക്കിയോ? യെസ് യെസ് യെസ്, മറിച്ചു നോക്കിയോ? ഒക്കെ എല്ലാവരും നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ അറിയിക്കാം. ഓക്കെ, നിങ്ങളുടെ പുതിയ പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ. റെഡി അല്ലേ? അപ്പൊ എല്ലാ മക്കളും പുസ്തകമൊക്കെ ഇങ്ങനെ മറിച്ചു നോക്കിയോ? യെസ് മക്കളെ, അപ്പൊ നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ആദ്യ യൂണിറ്റ് എന്തെല്ലാമാണ് പഠിക്കാനുള്ളത്? മാഷെ, ഒരു പുതിയ ഭാഷയാണ് ഉറുദു ഭാഷ, പ്രയാസമാണല്ലോ എന്നൊക്കെ ഏതെങ്കിലും മക്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്നുമില്ല, പേടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് സാർ ഉറുദു ക്ലാസ്സുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ എൻ്റെ മക്കൾ ശ്രദ്ധയോടുകൂടി സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക എന്നുള്ളതാണ് എൻ്റെ മക്കൾ ചെയ്യേണ്ടത്. ഓക്കെ, റെഡി അല്ലേ മക്കളെ? അപ്പൊ ആദ്യത്തെ യൂണിറ്റ് ആണ് മാഷ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗർഭസായം എന്നുള്ള ആദ്യത്തെ 1ാമത്തെ യൂണിറ്റ്. നിങ്ങൾ 5ാം ക്ലാസ്സിൽ പ്രവേശിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ആദ്യം പറയുന്ന ഗർ എന്നുള്ള വാക്ക് എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. യെസ്, ഗർ എന്താണ് എന്നുള്ളത് മാഷ് ആദ്യം തന്നെ നിങ്ങളോട് എന്ത് ചെയ്യാൻ പോകുന്നു? പറയാൻ വേണ്ടിയിട്ട് പോകുന്നു. യെസ്, റെഡിയാണോ മക്കളെ? യെസ്, റെഡിയാണോ? അപ്പൊ ആദ്യം ഗർ എന്താണ് എന്നുള്ളത് മാഷ് ഒന്ന് കാണിക്കുന്നു. എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോ മക്കളെ? എന്താണിത് അല്ലേ? നമ്മൾ അവിടെ ഗർ എന്ന് പറഞ്ഞു അല്ലേ? മാഷ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഗർ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് എഴുതുന്നുണ്ട് അല്ലേ? ഗർ എന്താണ് മക്കളെ ഗർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനോഹരമായിട്ടുള്ള ഈ ചിത്രം നോക്കിയിട്ട് എൻ്റെ മക്കളൊന്ന് പറഞ്ഞേ. സാറേ, വീടാണല്ലോ അത് അല്ലേ? ഹൗസ് അല്ലേ? വീടാണല്ലോ സാറേ അത് എന്ന് എൻ്റെ മക്കൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഒരു മനോഹരമായിട്ടുള്ള വീട് അല്ലേ? നമ്മുടെ വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ വീട് പ്രിയപ്പെട്ട വീടാണ്, സന്തോഷം തരുന്നതാണ് എന്നുള്ളത് എൻ്റെ എല്ലാ മക്കളും മനസ്സിലാക്കുക. അപ്പൊ ഗർ എന്നുള്ളത് വീടാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് വീടുമായാണ് എന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായോ? യെസ്, അത്രയും മനസ്സിലായത് അവിടെ നിൽക്കട്ടെ. ഇനി എന്താണ് നമ്മുടെ ആദ്യത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത് എന്നാണ് മാഷ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗം അബ്ബ ആയേ. അബ്ബ മാഷ ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അബ്ബ അല്ലേ? അബ്ബ ആയേ എന്ന് പറഞ്ഞാൽ അച്ഛൻ വന്നു അല്ലേ? അച്ഛൻ വന്നു, ഉപ്പ വന്നു എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ ഉപ്പമാരൊക്കെ പുറത്തു പോയി വരുമ്പോഴുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നസം അല്ലേ? ഒരു പദ്യമാണ് നമുക്ക് ആദ്യത്തെ പാഠഭാഗത്തിലൂടെ പഠിക്കാനുള്ളത്. അതേപോലെ 2ാമതായി നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം ആപ് കൈസേ ഹൈ അല്ലേ? സുഖമാണോ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ നിങ്ങൾ അവധിക്ക് ശേഷം പുതിയ ക്ലാസ്സിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും സുഖമല്ലേ അല്ലേ? യെസ്, അതുമായി ബന്ധപ്പെട്ടൊരു ഗുഫ്തുഗു അല്ലേ? കോൺവെർസേഷൻ, ഒരു സംഭാഷണം നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ മേരാഗർ, മാഷി പറഞ്ഞു മേരാഗർ പ്യാരാ ഹേ, എൻ്റെ വീട് എനിക്ക് പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞു അല്ലേ? നമ്മുടെ വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് മക്കളെ? നമുക്ക് ഇഷ്ടപ്പെട്ട വീടാകും നമ്മുടെ വീട് അല്ലേ? അങ്ങനെ തന്നെ ആവണം. അതേപോലെ ഒരു ബയാനിയയാണ്, അതൊരു വിവരണം അല്ലേ? വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരണം എൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. എൻ്റെ മക്കൾക്ക് സിമ്പിളായിട്ട് അത് പഠിക്കാൻ കഴിയും. കാരണം എന്താ? വീടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് അറിയാം. അത് സിമ്പിളായിട്ട് ഉറുദു വേർഡിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. അതേപോലെ മ്യാവ് മ്യാവ് അല്ലേ? 4ാമത്തെ സാറേ, ഈ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? മ്യാവ് മ്യാവ് എന്ന് പറഞ്ഞ ആരാ വരുന്നത്? നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ നമ്മൾ കാണുന്നത് ആരെയാണ്? യെസ്, പൂച്ച അല്ലെ? ക്യാറ്റുമായി ബന്ധപ്പെട്ട് നമുക്കൊരു നസം, ഒരു പദ്യവും നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട് 4ാമത്തെ ചാപ്റ്ററിൽ. അതേപോലെ നന്ന മുന്ന കവ്വ അല്ലേ? യെസ്, ചെറിയ കാക്ക അല്ലേ? ചെറിയ കാക്കയെ കുറിച്ചിട്ടുള്ള യെസ് ഒരു കാക്കക്കുഞ്ഞുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഹാനി, ഒരു
കഥയും നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുണ്ട് അല്ലേ. അപ്പം 5 പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ളത്. സിമ്പിളായിട്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കി. അപ്പോൾ എന്താണ് നമുക്ക് ഈ 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത് എന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായി എന്ന് മാഷി വിശ്വസിക്കുന്നു. റെഡിയല്ലേ? ഇനി നമുക്ക് ഈ യൂണിറ്റ് എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് രസകരമായിട്ട് നമുക്ക് നോക്കാം. നിങ്ങളുടെ ആ പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് എൻ്റെ മക്കളൊന്ന് നോക്കിക്കോളൂ അല്ലേ. മനോഹരമായിട്ടുള്ളൊരു ചിത്രം കാണുന്നുണ്ട് അല്ലേ. യൂണിറ്റ് ഒന്നാമത്തെ യൂണിറ്റിൽ മനോഹരമായിട്ടുള്ള ചിത്രം കാണുന്നുണ്ട്. ഇതിൽ നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ട്? ഒരു വീട് കാണുന്നുണ്ട്, ഒരു കുട്ടി സൈക്കിളിൽ പോകുന്നുണ്ട്, ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെടി നനക്കുന്നുണ്ട്, ഒരാൾ 2 പേര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കോഴിക്ക് തീറ്റ കൊടുക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമ്മളോട് കാണുന്നുണ്ട്. അപ്പൊ ലളിതമായിട്ട് നമ്മോട് ചോദിക്കുകയാണ്, തസ്വീർ മേ ക്യാ ക്യാ ഹൈ? എൻ്റെ മക്കൾ 5ാം ക്ലാസ്സിൽ ആദ്യമായി ഉറുദു പഠിക്കുകയാണ്. അപ്പൊ ചോദിക്കുക, തസ്വീർ മേ ക്യാ ക്യാ ഹൈ? അപ്പൊ മാഷേ ഇത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഓരോ വേർഡായിട്ട് നമ്മൾ പഠിക്കുന്നു. തസ്വീർ എന്താ മക്കൾ ശ്രദ്ധിച്ചോ? ചിത്രം എന്താണ്? അപ്പൊ ഇവിടെ ചിത്രം കാണുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലേക്ക് നോക്കൂ. ഇനി തസ്വീർ മേ ക്യാ ക്യാ എന്ന് പറഞ്ഞാൽ ക്യാ എന്ത്, ക്യാ ക്യാ എന്തെല്ലാം. അപ്പൊ എന്തെല്ലാം കാണുന്നു അല്ലേ? എന്തെല്ലാം അല്ലേ? അപ്പൊ ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ട് നമുക്ക് ചോദിച്ചൂടെ? ഇവിടെ ചോദിച്ചപ്പോൾ നമുക്ക് എന്തെല്ലാം പറയാം? നമുക്ക് അറിയുന്നത് മാത്രം എൻ്റെ മക്കൾ ആദ്യം സിമ്പിളായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ മതി. ബാക്കിയുള്ളത് നമ്മൾ വരും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ സിമ്പിളായിട്ട് പഠിക്കും എന്നുള്ളത് കൊണ്ട് എൻ്റെ മക്കൾ പേടിക്കണ്ട. ആദ്യമായി നമ്മൾ ഇവിടെ കാണുന്ന ഗർ ആണോ മാഷിപ്പോ വരട്ടിട്ട് ചെയ്തത്? അല്ല. അപ്പൊ ശ്രദ്ധിക്കണം മക്കളെ. ഗർ ഏതാണ് മക്കളെ? നോക്കിക്കോളൂ. എൻ്റെ മക്കൾ കമന്റ് ചെയ്തേ, ഗർ ഏതാണ്? യെസ്, ഗർ എന്ന് പറയുന്നത് വീടാണ് എന്ന് എൻ്റെ മക്കളോട് മാഷ് ആദ്യമേ പറഞ്ഞു. ഗർ അല്ലേ? ഗർ എവിടെ മക്കളെ? യെസ്, ഗർ ആണ്. ഗർ എവിടെയുണ്ട്? യെസ്, ഗർ അവിടെ കണ്ടു, ചിത്രത്തിൽ നമ്മൾ കണ്ടു. അതേപോലെ പിന്നെ നമുക്ക് എന്തെല്ലാം കാണാം? യെസ്, ഈ നനക്കുന്ന ഒരു അബ്ബയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സങ്കല്പിക്കാം അല്ലേ. അബ്ബയുണ്ട്, അമ്മിയുണ്ട് അല്ലേ. അതേപോലെ പേട്, മരങ്ങളുണ്ട്. മരം അല്ലേ, മരത്തിന് നമ്മൾ എന്ത് പറയും? പേട് എന്ന് പറയും അല്ലേ. നമുക്കിത് വേണമെങ്കിൽ അബ്ബ അല്ലേ, അബ്ബ എന്ന് പറയാം. അതേപോലെ അമ്മി അല്ലേ, അമ്മി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതേപോലെ ഈ ചെറിയ കോഴികൾക്ക് നമ്മൾ മുറി എന്നാണ് പറയാ അല്ലേ, കോഴി അല്ലേ. അതേപോലെ നമ്മുടെ ദാദി ഉണ്ട് അല്ലേ. സിറ്റ് ഔട്ടിൽ ആരുണ്ട്? ദാദയുണ്ട്. അതേപോലെ ദാദി അല്ലേ, മുത്തച്ഛൻ, മുത്തശ്ശിയൊക്കെ ഇവിടെയുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാവുന്ന ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു. അതേപോലെ പറന്നിട്ട് തോത്ത പോകുന്നുണ്ട് അല്ലേ. തോത്താര? തത്ത അല്ലേ, തത്ത അല്ലേ. അതേപോലെ വയലുണ്ട്, ഗേത്ത് വയല് അല്ലേ. ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് അറിയുന്നത് നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഉറുദുവിൽ അത് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളത് മലയാളത്തിൽ ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലേ. തസ്വീർ മേ കോൻ ഹൈ. അപ്പോൾ തസ്വീർ മേ ക്യാ ഹൈ, തസ്വീർ മേ കോൻ ഹൈ. ചിത്രത്തിൽ എന്തെല്ലാം ഉണ്ട്, ആരെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മളെ ഒരു ചെറു നോട്ടത്തിൽ ചെറിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മനസ്സിലാക്കുന്നു അല്ലേ. മാഷ് ഇവിടെ പറഞ്ഞു, ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നു, ഇത് വീടാണ്, ഹൗസാണ് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞത് എൻ്റെ മക്കൾ ആരെല്ലാം പറയും? അബ്ബ, അമ്മി, ദാദാ അല്ലേ, ദാദി അല്ലേ. ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആളുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു അല്ലേ. ഇത്രയും ആളുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി. നമ്മുടെ അടുത്ത ചിത്രത്തിലേക്ക്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ചിത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ മക്കളെ എന്താണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം. സബ്ക് വാൻ എന്താണ്? ആവോ നൂറി ബേട്ടി, അബ്ബാ ജാനായേ. ആവോ വരൂ അല്ലേ, ആവോ വരൂ. വന്നിട്ട് എന്താ പറയുക? നൂറി ബേട്ടി, നൂറി മോളെ എന്താ പറയുന്നത്? അബ്ബാ ജാനായേ. അബ്ബാ ജാൻ എന്ന് പറഞ്ഞാൽ ആരാ? യെസ്, അബ്ബാ ജാൻ എന്ന് പറഞ്ഞാൽ ഉപ്പയാണ്. ആരാ അവിടെ വന്നത്? അച്ഛൻ വന്നു അല്ലേ. ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ നോക്കാം, നമുക്ക് എന്ത് ചെയ്യാൻ പറയാം? അബ്ബാജാൻ. അബ്ബാജാൻ വന്നിട്ടുണ്ട്. എൻ്റെ മക്കളോട് നിങ്ങളുടെ അമ്മമാരൊക്കെ നിങ്ങൾ കളിക്കാൻ പോയാൽ എന്ത് പറയും? കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളെ വാ, അച്ഛൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ പ്രതീക്ഷയോട് അച്ഛൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാകും എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ? യെസ്, അത്തരത്തിൽ എൻ്റെ മക്കൾക്ക് കാണാം. ഇവിടെ ഒരു വീടിൻ്റെ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ. കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങളെപ്പോലെയുള്ള സുന്ദരനും സുന്ദരിയുമായ ഒരു കുട്ടി അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. അതേപോലെ അബ്ബാജാൻ വരുന്ന ചിത്രം കാണുന്നുണ്ട്. അമ്മ കൈകൊണ്ട് കാണിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ, അച്ഛൻ വന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച, നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലം അല്ലേ. ബാക്കിൽ നല്ല മനോഹരമായിട്ടുള്ള വയലുകളുണ്ട്, ഗേത്ത് അല്ലേ. അതേപോലെ മുന്നിൽ പ്ലാവ് ഉണ്ട് അല്ലേ. എന്താ പ്ലാവ്? യെസ്, കട്ഹൽ
കട്ഹൽ. എന്താ കട്ഹൽ മക്കളെ? ആ ചക്കക്കാണ് നമ്മൾ എന്ത് ചെയ്യുക കട്ഹൽ എന്ന് പറയുക അല്ലേ. പ്ലാവ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ പ്ലാവ് എന്താ നമ്മൾ ഇതിൽ പറയുക കട്ഹൽ കാ പേട് അല്ലേ. കട്ഹൽ കാ പേട്. യെസ്, സിമ്പിളായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തോ. യെസ്, ഇവിടെ പിന്നെ എന്തുണ്ട്? തെങ്ങുണ്ട്. തെങ്ങിന് എന്താ നമ്മൾ പറയുക നാരിയൽ കാ പേട് അല്ലേ. നാരിയൽ കാ പേട്. ഇതൊക്കെ അതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വാക്കുകളും ഓരോ ചാപ്റ്റർ കഴിയും തോറും നമ്മൾ പുതിയ പുതിയ വാക്കുകൾ ഇങ്ങനെ പഠിച്ച് നമ്മൾ സെറ്റാവും. എൻ്റെ മക്കൾ പേടിക്കണ്ട. അപ്പോൾ ആദ്യം എന്ത് പറഞ്ഞു? ആ നൂറി മോളെ ആരെ അച്ഛൻ വന്നിട്ടുണ്ട്, വേഗം വരൂ എന്നെന്ത് ചെയ്തു പറഞ്ഞു. എന്നിട്ട് അടുത്തതിലേക്ക് പോവാ. അബ്ബാജാൻ ആയേ. അബ്ബാജാൻ അങ്ങനെ എവിടെ എത്തി? വീട്ടിലെത്തി. യെസ്, ചിത്രത്തിൽ നമുക്ക് കാണാം അബ്ബാജാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? തൻ്റെ കയ്യിലുള്ള സഞ്ചി എന്ത് ചെയ്യുന്നുണ്ട്? ആ അമ്മി ജാൻ കൊടുക്കുന്നുണ്ട്. കണ്ടോ, മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടോ? യെസ്, എൻ്റെ മക്കൾ ആ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രത്തിലേക്ക് തന്നെ ഇങ്ങനെ നോക്കൂ. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ യെസ്, അബ്ബാജാൻ ബാസാർ സേ ആയേ. അബ്ബാജാൻ എവിടുന്നാ വന്നത്? ബാസാർ. എവിടെ? എന്താണ് ബാസാർ എന്ന് പറഞ്ഞാൽ? എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ. ബാസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ആണ് അല്ലേ. മാർക്കറ്റ് പലതരത്തിലുള്ള മാർക്കറ്റ് ഉണ്ടാവും. മാഷ് ഇവിടെ കാണിച്ച മാർക്കറ്റ് എന്താ? യെസ്, ഫൽ അല്ലേ. ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടാണ്. ഫ്രൂട്ടിൻ്റെ മാർക്കറ്റിലാണ് നമ്മളുള്ളത്. അപ്പം നമുക്കിത് ബാസാർ എന്ന് എഴുതി കൊടുക്കാം എൻ്റെ മക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അല്ലേ. ബാസാർ. ഇതേപോലെ വെജിറ്റബിൾസിൻ്റെ ഉണ്ടാവും അല്ലേ, പച്ചക്കറികളുടെ ഉണ്ടാവും. അങ്ങനെ മാർക്കറ്റിൽ പോയ വ്യത്യസ്തമായ സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പച്ചക്കറികൾ ഉണ്ടാവും, ഫ്രൂട്ട് ഉണ്ടാവും, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഇവിടെ ബാസാർ അല്ലേ. ബാസാറിൽ പോയപ്പോൾ എന്താണ് ഇവിടെ കണ്ടിട്ടുള്ളത്? ഫൽ അല്ലേ. ഫൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട് അല്ലേ. ഫ്രൂട്ട്. ബാസാർ അല്ലേ, മാർക്കറ്റ്. ക്ലിയർ ആണോ? യെസ്. എന്നിട്ട് എന്താ പറഞ്ഞ? അബ്ബാജാൻ ബാസാർ സേ ആയേ. അങ്ങാടിയിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ള അബ്ബാജാൻ വന്നിട്ടുള്ളത്. എന്നിട്ട് എന്താ പറയുന്നത് മക്കളെ? അബ്ബാജാൻ ആം ലായേ. അബ്ബാജാൻ എന്തോ കൊണ്ടുവന്നു. ലായേ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നാണ്. എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? തസ്വീർ ദേക്കിയ മക്കളെ. മനോഹരമായിട്ടുള്ള, എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട മനോഹരമായിട്ടുള്ള ഒരു ഫ്രൂട്ടാ. എന്താണത്? കമൻറ്റ് ചെയ്യും മക്കളെ. എന്താണത്? യെസ് യെസ് യെസ്, കമൻറ്റ് ചെയ്തോളൂ മക്കളെ. ആം. മനോഹരമായിട്ടുള്ള എന്താണ് മക്കളെ? ഒരു ആം എന്ന് പറഞ്ഞാൽ എന്താണ്? മാംഗോ. എല്ലാ മക്കൾക്കും മധുരമായ മാങ്ങ കഴിക്കാൻ ഇഷ്ടമല്ലേ? അപ്പം നിങ്ങൾക്ക് തോന്നും അതെന്താ മാഷെ പച്ച മാങ്ങ ഇഷ്ടമല്ലേ? നല്ല രസമാണ് പച്ച മാങ്ങ. നമുക്ക് എന്ത് ചെയ്യാം? മുളകൊക്കെ കൂട്ടിയിട്ട് എൻ്റെ മക്കളൊക്കെ വെക്കേഷൻ സമയത്ത് കഴിച്ചിട്ടുണ്ടാകും. ക്ലിയർ അല്ലേ? അപ്പം നല്ല മാങ്ങ ആര് കൊണ്ടുവന്നിട്ടുണ്ട്? നമ്മുടെ അബ്ബാജാൻ കൊണ്ടുവന്നിട്ട് അബ്ബാജാൻ ആം ലായ. അപ്പം എൻ്റെ മക്കളുടെ മനസ്സിലേക്ക് ഇങ്ങനെ പോയിണ്ടാവും, എൻ്റെ അച്ഛൻ ഇന്നലെ പുറത്ത് നിന്ന് വന്നപ്പോൾ എനിക്ക് മുന്തിരി കൊണ്ടുവന്നു, അല്ലെങ്കിൽ എനിക്ക് കുട കൊണ്ടുവന്നു. നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? അബ്ബാജാൻ പക്കേ പക്കേ ആം ലായേ. അബ്ബാജാൻ എന്തായി? കൊണ്ടുവന്ന മാങ്ങ എങ്ങനെ പാകമായതാണ്, അതായത് നല്ല മധുരമായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മാങ്ങയാണ്, പാകമായതാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നെന്ത് ചെയ്യുന്നു നമുക്കിതിലൂടെ മനസ്സിലാകുന്നു. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൽ പുതിയ വാക്കുകൾ അബ്ബാജാൻ അല്ലേ. ബാസാർ നമ്മൾ പഠിച്ചു. ബാസാർ എന്താണ്? അങ്ങാടിയാണ്, മാർക്കറ്റാണ് അല്ലേ. മാർക്കറ്റ് നമ്മൾ പഠിച്ചു. ആം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ വാക്ക് പഠിച്ചു, മാംഗോ അല്ലേ. പക്കേ എന്ന് പറഞ്ഞാൽ പാകമായിട്ടുള്ള എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ലായേ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു അല്ലേ. ലായേ, ആയേ പറഞ്ഞാൽ വന്നു അല്ലേ. അതേപോലെ ലായേ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. ക്ലിയർ ആയോ? അപ്പോൾ സിമ്പിളായിട്ട് ഓരോ വാക്കുകൾ നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ലളിതമായിട്ട് നമ്മൾ പഠിക്കുന്നത് എൻ്റെ മക്കൾ കണ്ടോ? യെസ്. ഇനി അടുത്തതായിട്ട് നമ്മൾ അങ്ങാടി പരിചയപ്പെട്ടു അല്ലേ. അങ്ങാടി എന്ത് ചെയ്തു? നമ്മൾ പരിചയപ്പെട്ടു. അതേപോലെ പിന്നെ പറയാ ആവോ അജ്മൽ ഭയ്യ അല്ലേ. നമ്മുടെ ചിത്രത്തിൽ ഒരാളെയും കൂടി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. നൂറിയുടെ കൂടെ ഒരാളെയും കൂടി കണ്ടിട്ടുണ്ട്. ആരാണ്? അജ്മൽ അല്ലേ. ഒരു കിർദാറും കൂടി, ഒരു കഥാപാത്രം കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു, അജ്മൽ. ഇനി എന്താ പറയുന്നത് നോക്കാം അല്ലേ. ആവോ അജ്മൽ ഭയ്യ. എന്താ പറഞ്ഞ? അബ്ബാജാനായേ. നൂറി പറയാം അബ്ബാജാൻ വന്നിട്ടുണ്ട് അജ്മൽ ഭയ്യ സഹോദര അല്ലേ. ആര് വന്നിട്ടുണ്ട്? അബ്ബാജാൻ വന്നിട്ടുണ്ട്. മീട്ടെ ആം ലായേ. മീട്ടെ പറഞ്ഞ മധുരമുള്ള. അബ്ബാജാൻ വന്നത് എന്തുമായിട്ടാണ്? മധുരമുള്ള അല്ലേ. മധുരമുള്ള എന്തുമായിട്ടാണ് വന്നത്? മാങ്ങയുമായിട്ട് അല്ലേ. അപ്പം അമ്മ എന്ത് ചെയ്തു? നൂറിനോട് പറഞ്ഞു അച്ഛൻ വന്നിട്ടുണ്ട് എന്ന്. നൂറ് ഇത് കേട്ട ഉടനെ മാങ്ങ കൊണ്ടുവന്നത് ആരോട് പറഞ്ഞു? തൻ്റെ സഹോദരനായ അജ്മലിനോട് പറഞ്ഞു അല്ലേ. എന്നിട്ട് പറയാണ്, എങ്ങനെ പറഞ്ഞിട്ടുള്ളത്? മധുരമായ മീട്ടെ ആംലായെ, മധുരമായിട്ടുള്ള മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ചിത്രം നോക്കൂ, നല്ല മഞ്ഞ പഴുത്ത മാങ്ങ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? തിന്ന് നോക്കാൻ വേണ്ടിയിട്ട് തോന്നും അല്ലേ. നല്ല മധുരമായി
മാങ്ങയുമായിട്ടുള്ള മാങ്ങയുമായിട്ട് വന്നിട്ടുണ്ട് അബ്ബാജാൻ എന്ന് അജ്മലിനോട് പറയുന്നു. എന്നിട്ടോ ദോനോ അബ്ബാജാൻ കെ പാസ് ഗയേ, രണ്ടുപേരും കൂടി എന്ത് ചെയ്തു, അബ്ബാജാന്റെ അടുത്തേക്ക് പാസ് ഗയേ എത്തി, അബ്ബാജാന്റെ അടുത്തേക്ക് എന്ത് ചെയ്തു പോയി. എന്നിട്ടോ നൂറി ഖുഷി സേ ഗീത് ഗാനേ ലഗി, എന്നിട്ട് എന്ത് ചെയ്തു നൂറി സന്തോഷത്തോടു കൂടി, ഖുഷി എന്ന് പറഞ്ഞാൽ സന്തോഷം അല്ലേ, സന്തോഷത്തോടു കൂടി എന്ത് ചെയ്യാണ്, ഗീത് എന്ന് പറഞ്ഞാൽ ഗാനം, ഗീത് ഗാനയിലേക്ക് അല്ലേ, പാട്ട് പാടാൻ വേണ്ടിയിട്ട് തുടങ്ങി അല്ലേ. ഇത്തരത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ അടുത്ത പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പം ഇനി അടുത്ത പാഠഭാഗത്തിൽ എന്ത് ചെയ്യാണ്, അബ്ബാജാനെ കുറിച്ച് സന്തോഷത്തോടു കൂടി അവരെന്ത് ചെയ്യാണ്, പാട്ട് പാടുകയാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിൽ അബ്ബാജാനൊക്കെ എന്തെങ്കിലും സാധനം കൊണ്ടുവന്നാൽ നമുക്ക് അവരോട് പ്രത്യേക ഒരു സന്തോഷം തോന്നും അല്ലേ. അപ്പോൾ അവരെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, പാട്ടുകളും അതേപോലെ അവരെ കുറിച്ച് നല്ലതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഭയങ്കര കൗതുകമായിരിക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള അടിപൊളി ചാപ്റ്ററാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗം വരുന്നത്. സെറ്റല്ലേ മക്കളെ. അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താ, ആദ്യ യൂണിറ്റിൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ആദ്യ യൂണിറ്റിൽ എന്തെല്ലാമാണ് പഠിക്കേണ്ടത്, ആദ്യ യൂണിറ്റിലേക്ക് എത്തുന്ന പാഠഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം എല്ലാ മക്കളും അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് മാഷ് വിശ്വസിക്കുന്നു. അപ്പം എല്ലാ മക്കളും എന്ത് ചെയ്യുക, നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് 5ാം ക്ലാസ്സിലെ ഉറുദു പഠനം നിങ്ങൾ തുടങ്ങുക. നല്ല അടിപൊളിയാവട്ടെ. എല്ലാ മക്കളും നല്ല സെറ്റായിട്ട് നല്ല മാർക്കോട് കൂടിയൊക്കെ വിജയിക്കാൻ സാധിക്കട്ടെ. അപ്പം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ നല്ല സന്തോഷത്തോടു കൂടി ഉറുദു ഭാഷ പഠിച്ചു തുടങ്ങുക. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ വീണ്ടും കാണാം. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബായ്.